പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി? അതിനെ ഒരുമിച്ച് നിർത്തുന്നത് എന്താണ്? ഈ പ്രപഞ്ചവും അതിലുള്ള സകലവും പുത്രനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു. യോഹന്നാൻ 1:1 മുതൽ 3 വരെ. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവം ആയിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു. സകലവും അവൻ മുഖാന്തരം ഉളവായി. ഉളവായത് ഒന്നും അവനെ കൂടാതെ ഉളവായതല്ല. യേശു ദൈവമാണ്. അവൻ ത്രിത്വത്തിലെ രണ്ടാമത്തെ വ്യക്തിയാണ്. അവനിലൂടെ സകലവും സൃഷ്ടിക്കപ്പെട്ടു. എന്നാൽ അവിടുന്ന് എല്ലാ വസ്തുക്കളെയും സൃഷ്ടിക്കുക മാത്രമല്ല ചെയ്തത്, യേശുക്രിസ്തു തൻ്റെ വചനത്താൽ പ്രപഞ്ചത്തിലുള്ള സകലവും നിലനിർത്തുകയും ചെയ്യുന്നു. ലോകത്തിനു മുമ്പാകെ അവിടുത്തെ മഹത്വത്തെ പ്രതിനിധീകരിക്കാൻ പിതാവാണ് യേശുവിനെ അയച്ചത്. എബ്രായർ 1:1 മുതൽ 3 വരെ. ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. അവൻ അവൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്തു ഭാഗത്ത് ഇരിക്കുകയും അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിന് ഒത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു.